ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ വിറ്റ്നസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോഴ് അമേരിക്കയും നാറ്റോയും തമ്മിൽ പൊരിഞ്ഞാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊരിഞ്ഞാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാറ്റോ രൂപീകരിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് വേൾഡ് വാറിന് ശേഷം കോൾഡ് വാർ, അമേരിക്കയും സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രൂപീകൃതമായതാണ് നാറ്റോയും. അതുപോലെ തന്നെ മറുഭാഗത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ വാർസോ പാക്റ്റ് എന്ന് പറയും, അതായത് വാർസോ ട്രീറ്റി, വാർസോ ഉടമ്പടി. വാർസോ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ എല്ലാം ഒരു മിലിറ്ററി ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ. അപ്പോൾ നാറ്റോ പറയുന്നത് ഈ യൂറോപ്പിലേക്കും, പ്രത്യേകിച്ച് വെസ്റ്റേൺ യൂറോപ്പിലേക്കും, അതുപോലെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, ഇപ്പം മിഡിൽ ഈസ്റ്റ്, ഗൾഫ്, അല്ലെങ്കിൽ ഈവൻ പാകിസ്ഥാൻ, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കമ്മ്യൂണിസത്തിൻ്റെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുവാനും, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധപരമായിട്ടുള്ള മുന്നേറ്റം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ അതിനെതിരെ അണിനിരക്കുവാനൊക്കെ വേണ്ടിയാണ് എന്നുള്ള ഒരു പേരിലാണ് നാറ്റോ സഖ്യം അവർ രൂപകൽപ്പന ചെയ്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ മുന്നോട്ട്. ഇത്രയും കാലഘട്ടത്തിൽ അമേരിക്കയും നാറ്റോയും തമ്മിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കൊമ്പ് കോർക്കൽ, വളരെ പ്രകടമായിട്ടുള്ള കൊമ്പ് കോർക്കൽ, അല്ലെങ്കിൽ ടഗ് ഓഫ് വാർ, വടംവലി, അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ ഈ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ട്രംപ് ഇസ്രായേലുമായിട്ട് കൂടിച്ചേർന്ന് ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളെ ഒന്നും വിശ്വാസത്തിലെടുക്കാതെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സഖ്യകക്ഷികളെന്ന് പറയുന്ന ഒരു രാജ്യത്തെയും വിശ്വാസത്തിലെടുക്കാതെ, ഈവൻ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ പോലും അവർ പറയുന്നത് അവരോട് പോലും കൂടി ആലോചിക്കാതാണ് യുദ്ധം തുടങ്ങിയതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നാറ്റോയിലെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അവരും ഈ സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ ഈ പവർഫുൾ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് യുണൈറ്റഡ്, UK, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ഇത്രയും രാജ്യങ്ങളാണ് പ്രധാനപ്പെട്ട വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങൾ. പിന്നെ ഈസ്റ്റ് യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പോളണ്ട്, അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളൊന്നും തന്നെ നമുക്കറിയാം, ഇതിനു മുമ്പ് വരെയുള്ള ഇവരുടെ ലോകത്തുള്ള ഗ്ലോബൽ വാറിലൊക്കെ തന്നെ അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും അതിനതിൽ ഏറ്റവും മേജർ പങ്കുവഹിക്കുന്നത് അമേരിക്ക ആയിരിക്കും. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സബ്സിഡറി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് താഴെ പോകും. ഫോർ എക്സാമ്പിൾ, അമേരിക്ക ഏറ്റവും കൂടുതൽ ട്രൂപ്സിനെ രംഗത്തിറക്കുകയാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അതിൽ കുറവായിരിക്കും. കാരണം ഏറ്റവും വലിയ രാജ്യവും വളരെ പവർഫുള്ളായിട്ടുള്ള സംവിധാനമെല്ലാം അമേരിക്കയ്ക്കായതുകൊണ്ട് ലീഡർഷിപ്പിലും അമേരിക്ക ആയിരിക്കും. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് പണ്ട് സദാം ഹുസൈനെതിരെ അണിനിരുന്നതും, അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പം യുഗോസ്ലോവിയൻ വാറുകളും, ഈവൻ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് അമേരിക്കയും നാറ്റോയും കൂടെ ചെയ്യും. നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉണ്ട് അതിനകത്ത്. പ്രത്യേകിച്ച് അത് നമ്മൾ അതിനെ എന്താ പറയുന്നത്, ഒരു ഹൈഫനിട്ട് വേർതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനൊരു ഒത്തൊരുമിച്ച് അവർ ലോകത്തെ കീഴടക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക / ഇറാൻ യുദ്ധത്തിൽ ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ അമേരിക്കയ്ക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്യുവാൻ തയ്യാറല്ല എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ട്രംപിനെ വളരെ ചെറുതായിട്ടൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ബ്രിട്ടീഷ് മീഡിയയ്ക്ക്, അതായത് ഡെയിലി ടെലഗ്രാഫ് എന്ന് പറയുന്ന മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് പറയുന്നത്, അമേരിക്ക നാറ്റോയിൽ നിന്നും മാറുവാൻ വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. എന്നുവെച്ചാൽ വളരെ ശക്തമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാറ്റോയിൽ നിന്നും അമേരിക്ക മാറുവാനുള്ളത്. കാരണം നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അമേരിക്ക അല്ലെങ്കിൽ നാറ്റോയിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ സെക്യൂരിറ്റി അംബ്രല്ലയിലാണ് അമേരിക്കയിൽ നിന്ന് പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പോകുന്നത്. അമേരിക്കയുടെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷനിലാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഏറിയും കുറഞ്ഞൊക്കെ തന്നെ ഇത്രയും നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമേരിക്ക മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നാറ്റോ സഖ്യം നിലനിൽക്കുമെന്ന് നമുക്കറിയത്തില്ല. നാറ്റോ സഖ്യം നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലീഡർഷിപ്പ് വളരെ സ്വാഭാവികമായിട്ട് തന്നെ യൂറോപ്പിലെ പവർ ഹൗസായിട്ടുള്ള ജർമ്മനിയും ഫ്രാൻസും ഒക്കെ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. കാരണം അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ നാറ്റോയിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും.
അമേരിക്ക മാറും, അല്ലെങ്കിൽ അമേരിക്ക ഇതിനകത്ത് നിന്ന് പിന്നെ എന്താണ് ഈ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുവാൻ വേണ്ടി വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ ആലോചനകൾ ആണ് അമേരിക്കയ്ക്കുള്ളതെന്നാണ് ട്രംപ് പറയുന്നത്, ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അതിൻ്റെ കാരണം ട്രംപിൻ്റെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ പറഞ്ഞ ഒരു രാജ്യങ്ങളും ട്രംപിൻ്റെ സഹായത്തിന് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലായിരിക്കും ട്രംപ് ഇപ്പോൾ ഇങ്ങനൊരു പിന്നെ ഇൻ്റർവ്യൂവിലെ. കാരണം നമുക്കറിയാം ട്രംപ് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ്, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ട്രംപ് പ്രസിഡൻ്റായി വന്നതിന് ശേഷം ആദ്യത്തെ ടൈമിൽ ഇപ്പോൾ രണ്ടാമത്തെ ടൈമിൽ അതിനേക്കാളും കൂടുതൽ വഷളാവുന്ന രീതിയിലാണല്ലോ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒരു പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് പറയുന്നതായിരിക്കത്തില്ല നാളെ പറയുന്നതായിരിക്കത്തില്ല അടുത്ത ദിവസം പറയുന്നത്, ഗോൾ പോസ്റ്റിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അത് ഒരു തന്ത്രത്തിൻ്റെ ഭാഗങ്ങളാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെറും ബ്ലണ്ടായിട്ട് ഫൂളിഷായിട്ട് പറയുന്നതാണെന്ന് നമുക്ക് കരുതാൻ സാധിക്കത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പുള്ള പ്രസിഡൻഷ്യൽ അവരുടെ ഈ ഇലക്ഷന് മുമ്പുള്ള ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഡിബേറ്റ്സിലും അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആയതിനു ശേഷമൊക്കെ തന്നെ ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിനും അമേരിക്ക എൻ്റെ നേതൃത്വത്തിൽ തയ്യാറാകത്തില്ല എന്നുള്ളതായിരുന്നു ട്രംപ് പറഞ്ഞത്. ഒന്നാമത്തെ ടൈമിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓക്കെ ആയിരിക്കും. പക്ഷേ രണ്ടാമത്തെ ടൈമിൽ വന്നപ്പോഴത്തേക്ക് തന്നെ ലോകത്തിലെ മൊത്തവും പിന്നെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ആയാലും ശരി, ഈ പറഞ്ഞ എല്ലാ ഒരു സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ ആ ഒരു തൽസ്ഥിതിയെല്ലാം ഡിസ്റപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉടച്ചു വാർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളും അല്ലെങ്കിൽ ആ ഒരു പോളിസി ചേഞ്ചസ് ഒക്കെ തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നും. അതുപോലെ പല ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലുള്ള UN-ൻ്റെ പല സംഘടനകളിൽ നിന്നൊക്കെ തന്നെ അമേരിക്കയെ പിൻവലിക്കുകയുണ്ടായി ട്രംപ് വന്നതിന് ശേഷം. അപ്പോൾ ഒരു പക്ഷേ ഈ നേറ്റോയും ട്രംപ് ആദ്യത്തെ ടൈമിൽ തന്നെ നേറ്റോയെ വളരെയധികം കുറ്റം പറയുന്നുണ്ട്. കാരണം ഇത്രയൊന്നും അമേരിക്കയ്ക്ക് പിന്നെ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ചിലവാക്കാൻ കഴിയത്തില്ല, നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള എന്നുവെച്ചാൽ നിങ്ങളുടെ ഡിഫൻസ് സ്പെൻഡിങ് നിങ്ങൾ കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല രാജ്യങ്ങളും ഡിഫൻസ് സ്പെൻഡിങ് കൂട്ടുകയും ചെയ്തു. ആ ഡിഫൻസ് സ്പെൻഡിങ് കൂട്ടിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, കാരണം ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയെല്ലാം ആംസ് മാനുഫാക്ചർ ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ആയുധ കച്ചവടക്കാരുടെ കയ്യിലായിട്ട് ഇത് പോകത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ലൊരു വിഹിതവും ആയുധ കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലും ആയുധം വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അവരിലേക്കാണ് നമ്മൾ പോകുന്നത്, അവരിലേക്കാണ് നമ്മുടെ പൈസ പോകുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പിന്നെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് യൂറോപ്പിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യുക്രൈൻ വാറിന് ശേഷവും ഈ യുക്രൈൻ വാർ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഡയമെൻഷൻ ഇതായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങളെ കൊണ്ടൊക്കെ അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടുകയും അതുവഴി അമേരിക്കൻ കമ്പനികളിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുക എന്നുള്ളൊരു ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ അമേരിക്കയ്ക്കും ട്രംപിനും ഉണ്ടാകാം. കാരണം അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അന്ന് മുതലേ നേറ്റോ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ സുരക്ഷ നിങ്ങളായിട്ടുള്ള ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, അമേരിക്കയ്ക്ക് ഇതെല്ലാം നോക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ബ്ലണ്ടായിട്ട് നേറ്റോയിൽ നിന്ന് വിട്ടുമാറാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ട്രംപ് പറയുന്നത് നാറ്റോയിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ നാറ്റോയുടെ വിശ്വാസമില്ല, ക്രെഡിബിലിറ്റിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, അത് വെറും പേപ്പർ ടൈഗറാണ്, അത് കടലാസ് പുലിയാണ്, അത് പുട്ടിന് പോലും അതറിയാം എന്നാണ് പറയുന്നത്. ഇനി നാറ്റോ ഡിസ്മാൻറ്റിലായി പോവുകയാണെന്ന് നിൽക്കട്ടെ, നാറ്റോ ഡിസ്മാൻറ്റിലായി പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് റഷ്യക്ക് തന്നെ ആയിരിക്കും. കാരണം നമുക്കറിയാം കോൾഡ് വാർ ടൈമിൽ സോവിയറ്റ് യൂണിയനെ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ സാറ്റലൈറ്റ് രാജ്യങ്ങളായിട്ടുള്ള മറ്റു ഒട്ടനവധി രാജ്യങ്ങളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ പോളണ്ട്, റൊമേനിയ, ബൾഗേറിയ, ഹംഗറി, അതുപോലെ തന്നെ പല രാജ്യങ്ങൾ, യൂഗോസ്ലോവിയ, ഇതൊക്കെ ഈസ്റ്റ് യൂറോപ്പിലുള്ള രാജ്യങ്ങളായിരുന്നു. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനൊക്കെ തന്നെ ഈ പറഞ്ഞ കമ്മ്യൂണിസത്തെ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നാറ്റോ അവരുണ്ടാക്കിയിരുന്നത്. വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക എല്ലാം കൂടെ ചേർന്നത്. പിന്നെ അതിൽ മറ്റ് അവരുടെ പ്രധാനപ്പെട്ട മറ്റ് ഈ ജിയോഗ്രാഫിക്കൽ റീജിയനിലുള്ള രാജ്യങ്ങളെ അവർ പിന്നെ നോൺ നാറ്റോ അലൈസ് എന്നും പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇസ്രായേൽ, അല്ലെങ്കിൽ സൗദി, അല്ലെങ്കിൽ ഖത്തർ, UAE, അല്ലെങ്കിൽ ഇന്ത്യക്ക് നോൺ നാറ്റോ അലൈസ് സ്റ്റാറ്റസ് വരാമെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ അവരോട് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ട് നിൽക്കുന്ന ജപ്പാൻ, ഒക്കെയുള്ള നാറ്റോ അലൈസും ഉണ്ട്, നോൺ നാറ്റോ അലൈസും ഉണ്ട്. അപ്പം നോൺ നാറ്റോ അലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ നോർത്ത് അറ്റ്ലാന്റിക്കൽ അല്ലാത്ത എന്നാൽ മറ്റ് ഈ വിഭാഗത്തിലുള്ള, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോ അല്ലെങ്കിൽ ഈവൻ ലാറ്റിൻ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഒക്കെ
ഉള്ള അമേരിക്കയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് നോൺ നാറ്റോ സഖ്യം കക്ഷി എന്നുള്ളൊരു സ്റ്റാറ്റസ് അവർക്ക് കൊടുക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ രാജ്യത്തെ സംബന്ധിച്ച് കുറേ പ്രിവിലേജൊക്കെ കിട്ടും. കാരണം അമേരിക്കയിൽ നിന്ന് അല്പം കൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് കിട്ടുവാനും ഒക്കെ തന്നെ അവരെ സഹായിക്കും. കാരണം അവരുടെ മൊത്തവും ഇപ്പം അമേരിക്കയുടെ പെൻറ്റഗൺ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കൂടെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ജപ്പാൻ, ഇസ്രായേലും സൗദിയും ഖത്തറും ഒക്കെ തന്നെ ഇതുപോലുള്ള രാജ്യങ്ങളാണ്. UAE അവരുടെ നോൺ നാറ്റോ അല്ലയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സൗദിയും ഖത്തറും, ജപ്പാനൊക്കെ നമുക്കറിയാം, ജപ്പാനൊക്കെ അമേരിക്കയുടെ ഓർബിറ്റിലുള്ള രാജ്യമാണ്. അതുകൊണ്ട് ജപ്പാൻ അതിനകത്തുണ്ട്. സൗത്ത് കൊറിയ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ നാറ്റോ അലൈസ് ഉണ്ട്, നോൺ നാറ്റോ അലൈസ് ഉണ്ട്. അപ്പോൾ അമേരിക്കനകത്ത് നിന്ന് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഇതിൻ്റെ ഈ നാറ്റോ സഖ്യം യൂറോപ്പിലുള്ള രാജ്യങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ലീഡർഷിപ്പ് ജർമ്മനിക്കും ഫ്രാൻസിനും ഒക്കെ തന്നെ ഏറ്റെടുക്കേണ്ടത്. കാരണം യൂറോപ്പിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും ട്രംപ് പറഞ്ഞ സ്ഥിതിക്ക് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതെന്നാൽ നാറ്റോ ആണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി ഇഫക്റ്റീവായിട്ടുള്ള മിലിറ്ററി അലയൻസ്. ഞങ്ങളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും എല്ലാം ഇത്രയും നാളും ഉറപ്പ് വരുത്തുന്നത് നാറ്റോയാണ്. അതുകൊണ്ട് ഞങ്ങൾ നാറ്റോ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ നാറ്റോ ഇല്ലാതാക്കാനോ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ലെന്നാണ് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ഇന്ന് അദ്ദേഹം അവരുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തിൽ ബ്രിട്ടൻ മാത്രമല്ല, മറ്റ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്ക ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധത്തിന് ഒരു രീതിയിലുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായം അമേരിക്കയോട് കൈകോർക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് സ്പെയിന്, ഇറ്റലി, ഫ്രാൻസ്, പോളണ്ട്, UK. ജർമ്മനിയെക്കുറിച്ച് നമുക്ക് അറിയില്ല. ജർമ്മനിയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ നാറ്റോയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു വിടവ് അല്ലെങ്കിൽ അവർക്കിടയ്ക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ അവർ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്നത് ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, അതുകൊണ്ട് ഞങ്ങൾക്കിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികളെക്കുറിച്ച് ഒരുപക്ഷേ ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ബോധ്യമായോ എന്ന് നമുക്കറിയില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളാണ്, അവരെക്കുറിച്ച് നമുക്ക് അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ തന്നെ അത് നല്ലൊരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു ശുഭ സൂചനയായിട്ട് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോകത്തിനെയും ഇവരെ ഒരുമിച്ച് നിന്നുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നെങ്കിൽ ഇതുപോലുള്ള കെടുതികളൊക്കെ ലോകം രക്ഷപ്പെടുത്തി തീർച്ചയായിട്ടും അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും തന്നെ ട്രംപിന് കൈയെടുക്കുവാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദേഷ്യം ട്രംപിന് ഉണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നത് ഇത് അല്ലെങ്കിൽ ഞാനിത് ഓർത്തിരിക്കും, ഞങ്ങൾ അമേരിക്ക ഇത് ഓർത്തിരിക്കും എന്ന് ബ്രിട്ടനാണ് പ്രത്യേകിച്ച് പറയുന്നത്. കാരണം ബ്രിട്ടൻ ആണല്ലോ അമേരിക്കയുടെ ഏറ്റവും അടുത്ത ഒരു സഖ്യകക്ഷിയായിട്ട് എന്നും നിലനിൽക്കുന്ന, ട്രഡീഷണലായിട്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനുമാണ്. അത് കഴിഞ്ഞുള്ള ബാക്കി രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. കാരണം ആംഗ്ലോ അമേരിക്ക എന്ന് പറയുന്ന സംവിധാനത്തിൽ അമേരിക്കയും ബ്രിട്ടനുമാണ്. അപ്പം ബ്രിട്ടൻ പോലും ഈ സമയത്ത് അമേരിക്കയ്ക്കൊപ്പം നിൽക്കാത്തത് അമേരിക്കയ്ക്ക് ഭയങ്കര ഒരു എന്താണ് പറയുന്നത് ക്ഷീണം ഉണ്ടാക്കി. അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ ഒരു യുദ്ധ നയത്തോടെ രാജ്യങ്ങൾക്ക് താല്പര്യമില്ല ഇതിനകത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ എന്താണ് ഒന്നാമത്തെ കാര്യം, അമേരിക്കയായിട്ട് അവർ കോപ്പറേറ്റ് ചെയ്യാറില്ല. പിന്നെ ഇത്രയും ദൂരെയുള്ള രാജ്യങ്ങളാണെങ്കിൽ തന്നെ അവരുടെ ഒന്നും എയർ സ്പേസോ എയർ ബേസോ ഒന്നും തന്നെ അമേരിക്കയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റിന് ആക്സസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ പറഞ്ഞ സ്പെയിനായാലും കൊടുക്കുന്നില്ല. കാരണം ഇറ്റലി കൊടുക്കുന്നില്ല, ഫ്രാൻസ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പോളണ്ട്, അവരുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു, പോളണ്ട് അവരുടെ പേട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം മിഡിൽ ഈസ്റ്റിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നത് പോളണ്ട് അത് നിഷേധിക്കുകയും ചെയ്തു. കാരണം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പോളണ്ട് ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടില്ല, അങ്ങനൊരു കാര്യം സംഭവിക്കാനും പോകുന്നില്ല എന്നുള്ളത് പോളണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസ് അവരുടെ എയർ സ്പേസ് ഷെയർ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതിനുള്ള ആക്സസ് കൊടുക്കാൻ വേണ്ടിയോ ഒന്നും തയ്യാറല്ല. ബ്രിട്ടനും തയ്യാറല്ല ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം പങ്കെടുക്കാൻ. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഇതുവരെ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സൗദി ആയാലും UAE ആയാലും ഒന്നും തന്നെ അമേരിക്കയ്ക്ക് ഒപ്പം ചേർന്ന് ഇറാനെതിരെ യുദ്ധം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അമേരിക്ക ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ഒക്കെ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നത് ഒരു വശം. പക്ഷേ നേരിട്ട് ഇതിപ്പം നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നേരിട്ട് തന്നെ നടക്കുന്നത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു രാജ്യത്തൊരു മിലിറ്ററി ബേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ UAE അമേരിക്കൻ മിലിറ്ററി ബേസ്, അപ്പോൾ അമേരിക്കൻ മിലിറ്ററി ബേസ് ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്കായിരിക്കും അതിൻ്റെ ജുറിസ്ഡിക്ഷൻ ആണല്ലോ. പിന്നെ UAE യാതൊരു പങ്കുമില്ല.
അമേരിക്ക വിചാരിക്കുന്ന രീതിയിലായിരിക്കും അവിടെ ആ മിലിറ്ററി ബേസ് ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന ഇറാനെ പോലുള്ള രാജ്യത്തിനെ സംബന്ധിച്ച് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇറാനെ ശത്രു രാജ്യമായിട്ട് കാണുന്ന അമേരിക്കയ്ക്ക് UAE എയർബേസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാന് UAE തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്യേണ്ട. അത് ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങനെ. ഇപ്പം നമ്മളിപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ചൈനയുടെ എയർബേസ് പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചൈനയ്ക്കൊരു എയർബേസ് പാകിസ്ഥാനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും തന്നെ അങ്ങനെ എയർബേസ് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മിലിറ്ററി ബേസ്. അപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ നാച്ചുറലി അത് അറ്റാക്ക് ചെയ്യും. അതിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള പാകിസ്ഥാനെ മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള അസറ്റിനെ ആയിരിക്കത്തില്ലല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലായിടത്തും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിലിപ്പോൾ ഒരു രാജ്യത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് പങ്കെടുത്തില്ല അല്ലെങ്കിൽ പങ്കെടുക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ എയർബേസും അല്ലെങ്കിൽ മറ്റ് പല ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ടും വളരെ എക്സ്റ്റെൻസീവായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് UAE ഉള്ളതുകൊണ്ട് അവരും വാറിൽ ഡയറക്റ്റായിട്ട് പങ്കെടുക്കുന്നു എന്ന് നമുക്ക് ലോജിക്കലായിട്ടുള്ളൊരു കൺക്ലൂഷനിൽ എത്തേണ്ടി വരും നമുക്ക് അങ്ങനെ. പക്ഷേ ഈ ഗൾഫിലെ രാജ്യങ്ങൾ അവർ ഒഫീഷ്യലായിട്ടുള്ളെങ്കിൽ തന്നെയും അവരുടെ രാജ്യത്തുള്ള മറ്റ് പല സോഴ്സിൽ നിന്നും അമേരിക്കയ്ക്കെതിരെയുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരോട് കൂടിയാലോചിക്കാതാണ്, അവരെ വിശ്വാസത്തിലെടുക്കാതാണ് അമേരിക്ക ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ ഉള്ളൊരു എന്താണ് പറയുന്നത്, ഈ ഒരു ഒപ്പോസിങ് വ്യൂസ് ഖത്തറിൽ നിന്നായാലും ഈവൻ UAE നിന്നായാലും UAE ഏറ്റവും വലിയ ഒരു ബില്യണറായിട്ടുള്ള ഈ അൽ ഹബ്തൂർ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ അമേരിക്കയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുള്ളൊരു പ്രസ്താവനയോ ഒരു ലെറ്ററോ ഒക്കെ പുറത്തു വിടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് സൗദി ആയാലും UAE ആയാലും അല്ലെങ്കിൽ ഖത്തർ, ബഹ്റൈൻ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അവർ എടുത്തിട്ടില്ല. കാരണം അത് അവർക്ക് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഒഫീഷ്യലായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ മിലിറ്ററി ബേസിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിലയാണിപ്പോൾ നമുക്ക് അമേരിക്കയുടെ ഒരു നേറ്റോയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അമേരിക്ക ഇതിനകത്തു നിന്നും വിഡ്രോ ചെയ്യാനുള്ള ചാൻസുകളൊക്കെ ഉള്ളതാണ്. ഇത് നമുക്ക് ഈ സൂപ്പർഫിഷ്യലായിട്ട് കാണുന്ന ഈ കാഴ്ചകൾ, സൂപ്പർഫിഷ്യൽ ഉപരിവിപ്ലവമായിട്ട് ഈ കാണുന്ന കാഴ്ചകൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതൊരു പുത്തൻ ജിയോ പൊളിറ്റിക്കൽ ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു എന്താണ് പറയുന്നത് ഗെയിം അല്ലെങ്കിൽ ഒരു ഡ്രാമയായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ജിയോ പൊളിറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിൽ ആരുടെ ലീഡർഷിപ്പിൽ എങ്ങനെ ഉള്ള സംവിധാനത്തിൻ്റെ കീഴിലായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ യുദ്ധം ഏത് രീതിയിൽ അവസാനിച്ചു കഴിഞ്ഞാലും ഇതുവരെ നിലനിന്നിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഒരു ഓർഡർ ഉണ്ടല്ലോ, ആ ഒരു ഓർഡറിന് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരുപക്ഷെ അതിൻ്റെ കൂടെ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും ഈ നാറ്റോയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നമുക്ക് കാണുവാനും കേൾക്കാനും കഴിയുന്ന ഈ ഒരു അഭിപ്രായ വ്യത്യാസവും. ട്രംപ് ഇങ്ങനെ വളരെ ശക്തമായിട്ട് ട്രംപ് പറയുന്നത് അത് ബിയോണ്ട് റീകൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഈ തീരുമാനം എന്നിട്ട് നാറ്റോയിൽ നിന്നും അമേരിക്ക പിന്മാറുന്ന അല്ലെങ്കിൽ നാറ്റോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്ന ഒരു തീരുമാനം ബിയോണ്ട് റീകൺസിഡറേഷനാണ്. എന്നുവെച്ചാൽ അതിനെക്കുറിച്ച് ഇനിയിപ്പം പുനർചൊന്നുമില്ല. ഒരു പ്രാവശ്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തീരുമാനമായിരിക്കും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ്. അപ്പോൾ പുടിന് പോലും അറിയാം നാറ്റോ ഒരു പേപ്പർ ടൈഗർ ആണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ നാറ്റോയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ കളിയാക്കിക്കൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് പുടിനെ റഷ്യയും പുള്ളി സപ്പോർട്ട് ചെയ്യുന്നൊരു കാഴ്ചയോട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഡോട്ട്സ് കണക്ട് ചെയ്യുമ്പോൾ ഇതിനകത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു പുതിയ അല്ലെങ്കിൽ ഒരു എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു പുത്തൻ ജിയോ പൊളിറ്റിക്കൽ ഭൗമ രാഷ്ട്രീയ സംവിധാനത്തിലൊരു ഓർഡർ, ജിയോ പൊളിറ്റിക്കൽ ഓർഡറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തൽക്കാലം ഒരു പ്രധാനപ്പെട്ട ഒരു ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അടുത്ത വീഡിയോ.